ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ട് ഓവനൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു അടിപൊളി കേക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഞാനൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഓൺ ആയിരുന്നില്ല. പതിയെ വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഈ സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 3 കറയാമ്പ് കൂടി ചേർത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചു വെക്കാം. മറ്റൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സീവ് ചെയ്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മാറ്റി വെക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതാദ്യം നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓയിൽ ചേർത്തിട്ട് വീണ്ടും നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര 3 കറയാമ്പും ചേർത്ത് പൊടിച്ചാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കാരമലൈസ് ചെയ്ത ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. കാരമലൈസ്ഡ് ഷുഗറും കറയാമ്പും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ ഈ കേക്കിന്. അതായത് ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ച് അതേ ചെറിയ ജാറ് തന്നെ എടുക്കാം. അതിലേക്ക് നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത ചക്കയാണ്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് ഒരു 10 ചോള എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പകുതി പോർഷൻ മാത്രം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്നൊരു സ്പാറ്റില വെച്ച് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. അതായത് ഇപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പകുതി പോർഷനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് സ്പാറ്റില വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കേക്കിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. പക്ഷേ ഈ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കടിക്കാനും കിട്ടും. അതുപോലെ തന്നെ കാരമലൈസ്ഡും ചക്കടയും ചോക്ലേറ്റിൻ്റെയും കൂടി ടേസ്റ്റ് നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ട്രേയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ട്രേയിൽ ഓൾറെഡി ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്പാറ്റുല വെച്ചുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ടാപ്പ് ചെയ്തും കൂടി വെക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ടീനൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ സെറ്റപ്പിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി പഴയൊരു ചീനിച്ചട്ടി ഫ്ലെയിമിലേക്ക് വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു സ്റ്റാൻഡ് വെച്ച് നമ്മുടെ കേക്കിൻ്റെ ട്രേ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ 40-45 മിനിറ്റിൽ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ വെച്ച് നമുക്ക് സെൻട്രൽ പോർഷനിലൊന്ന് കുത്തി നോക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ്. അതായത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതുപോലെ സൈഡൊക്കെ ഒന്ന് കത്തികൊണ്ട് പിടിച്ച് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല മോയിസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കയും ചോക്ലേറ്റൊക്കെ ചേർത്ത് ഈ അടിപൊളിയായിട്ടുള്ള കേക്ക് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ചക്കട നല്ല സ്മെല്ലും അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുമ്പോൾ ചക്കടയും ആ ചോക്ലേറ്റിൻ്റെയും കാരമലൈസിൻ്റെയൊക്കെ ടേസ്റ്റും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.